എല്ലാ മനുഷ്യരും അവരുടെ ലൈഫിൽ എന്തായാലും എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നൊരു സാധനമാണ് മരണം, അല്ലേ? അതെ. അപ്പോൾ ഈ കാര്യം എന്തായാലും നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇത് ശരിക്കും മരണം ഒരു എൻഡിങ് ആണോ അതോ ഒരു വലിയൊരു സ്ഥലത്തേക്കുള്ള അല്ലെങ്കിൽ ഒരു വാതിൽ തുറക്കുന്ന ഒരു സ്ഥലമാണോ നമ്മളിന്ന് അറിയാൻ പോയിരിക്കും. വെൽക്കം ടു ബിയോണ്ട് മായ. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന കാര്യം എന്താ വെച്ചാൽ മരണത്തിന് ശേഷം എന്താണ്, വാട്ട് കംസ് ആഫ്റ്റർ ഡെത്ത്. അതെ. അപ്പോൾ അതിനെപ്പറ്റി എസ്എമ്മിൻ്റെ ഒരു ഐഡിയ, വ്യൂസ് എങ്ങനെയാണെന്ന് നമുക്കിന്ന് അറിയാം. ഞാൻ എൻ്റെ കുറച്ച് ഐഡിയാസ് ഷെയർ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്ന് അതിനെപ്പറ്റി സംസാരിക്കാം. തീർച്ചയായിട്ടും. അപ്പോൾ ഇതിൽ നമുക്ക് പറയാനുള്ളത്, നമ്മൾ പറയുന്നത് നമ്മുടെ ഐഡിയ അല്ല, സത്യമാണ്. നമ്മൾ അത് സത്യമാണ്, നമ്മുടെ ഐഡിയ സത്യമാണ്. അപ്പോൾ ഒരു ഐഡിയ അല്ലാതെ ശരിക്കും മരണത്തിന് ശേഷം ഇനിയൊരു ജീവിതമുണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കുന്നത് എന്തുകൊണ്ടാണ്? എന്തോ ചെയ്യാൻ ബാക്കിയുള്ളതുകൊണ്ടാണോ എല്ലാവരും അന്വേഷിക്കണത്? അല്ലേ? എന്തോ ചെയ്യാൻ ബാക്കിയുണ്ട് എന്ന തോന്നലാണ് മരണത്തിന് ശേഷം ഒരു ജന്മം തന്നെ മനുഷ്യൻ അന്വേഷിക്കുന്നത്. ഇനി എന്തോ ചെയ്യാൻ ബാക്കിയുണ്ട് എന്ന ബോധത്തിൽ നിന്നാണ്, അല്ലേ? അതെ അതെ, ശരിയാ. അപ്പോൾ ഇനി എന്തോ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സംഭവിക്കണം. ഇനി എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ ആഗ്രഹങ്ങൾ ബാക്കിയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അനുഭൂതികൾ ബാക്കിയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ജീവിതത്തിൽ എന്തെങ്കിലും നമുക്ക് നേടാൻ ബാക്കിയുണ്ടെങ്കിൽ അത് സംഭവിക്കണം. അതാണ് ഒരു മരണത്തിന് ശേഷമുള്ള ഒരു കാര്യം എന്ന് പറയാം. ശരിക്കും മരിക്കുന്നത്, എല്ലാ ശരീരവും മരണം രുചിക്കുന്നതാണ്. എല്ലാ നഫ്സും അല്ലെങ്കിൽ എല്ലാ ശരീരവും മരണം, ഈ ശരീരമാണ് മരണത്തെ ഫേസ് ചെയ്യുന്നത് ശരിക്കും. അപ്പോൾ ഇവിടെ നഷ്ടപ്പെട്ടു പോകുന്നത് ശരീരമാണ്. പക്ഷെ മനുഷ്യൻ ആഗ്രഹിക്കുന്നത് എന്താണ്? മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾ കുറേ രീതിയിലുണ്ടാവുമല്ലോ. അപ്പോൾ എല്ലാവർക്കും ചിലവർക്ക് പൈസ ആയിരിക്കും, ചിലവർക്ക് സക്സസ്, ചിലവർക്ക് മോചനം, ഒബ്വിയസ്ലി ഒരു മോക്ഷം, സ്വാതന്ത്ര്യം, എല്ലാ ആഗ്രഹങ്ങളാണ്. അതെ. പക്ഷേ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യൻ മരിക്കുമ്പോൾ മനുഷ്യൻ കൂടെ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ കാര്യം എന്താണെന്നറിയോ? എന്തായിരിക്കും? ഓർമ്മകളാണ്. നമുക്ക് ഒട്ടുമില്ലാത്ത കാര്യം. ഇവിടെയാണ് പ്രശ്നം. ചെറുപ്പം മുതലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഓർത്തിരിക്കുന്നുണ്ടോ? സത്യത്തിൽ ചെറുപ്പം മുതലല്ല, എല്ലാം ഇല്ലല്ലോ. കുറച്ച് കാര്യങ്ങളിൽ നമ്മൾ ഓർത്തിരിക്കുന്നുള്ളൂ. അപ്പൊ ഈ ഓർത്തിരിക്കുന്ന കാര്യങ്ങൾ തുടരണമെന്നാണ് മനുഷ്യന്റെ ആഗ്രഹം. അപ്പം അടുത്തൊരു ജന്മം ഉണ്ടെങ്കിൽ ഞാനായി ബോധ്യപ്പെട്ടുകൊണ്ട് ഒരു സ്വർഗത്തിലോ നരകത്തിലോ വരണമെന്നാണ് മനുഷ്യൻ്റെ ആഗ്രഹം. ആ മെമ്മറി എല്ലാം കൂട്ടി വെച്ചിട്ട് അത് ഇപ്പോൾ ഞാൻ എന്താണോ അത് ഞാനൊരു സ്വർഗത്തിൽ ജനിക്കണം, അല്ലെങ്കിൽ ഒരു നരകത്തിൽ ജനിക്കണം, അല്ലെങ്കിൽ എന്താണോ അവരെ ഉദ്ദേശിക്കുന്നത് അവിടെ, അല്ലെങ്കിൽ മോക്ഷം കിട്ടണം, അവിടെയൊക്കെ അവരുടെ ഞാനെന്ന ബോധം അവിടെ നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ സെഷനിൽ നമ്മൾ ചർച്ച ചെയ്തു മനുഷ്യൻ്റെ കഷ്ടപ്പാടുകളുടെ വിഷയത്തെക്കുറിച്ച്. ശരിക്കും അതും ഇതൊക്കെ തമ്മിൽ ബന്ധമുണ്ടെന്നുള്ളതാണ് സത്യം. മാനവ തന്ത്രജ്ഞാനം അല്ലെങ്കിൽ നമ്മളീ പറയുന്ന ഹ്യൂമൻ ടെക്നോളജി, മനുഷ്യൻ്റെ സാങ്കേതിക വിദ്യ എന്ന് പറയുന്ന ഒന്നൊന്നിനോട് ശരിക്കും ലിങ്ക് ചെയ്തിട്ടാണുള്ളത്. ശരിക്കും നമ്മൾ കഴിഞ്ഞ തവണ നമ്മുടെ ആളുകൾ മനുഷ്യൻ്റെ കഷ്ടപ്പാടുകളെയും ബുദ്ധിമുട്ടുകളെയും ഒക്കെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. അതിന് കാരണം എന്ന് പറഞ്ഞത് ഒരു ഗ്യാപ്പാണ്. ദൈവത്തിൽ നിന്ന് എത്രത്തോളം ഗ്യാപ്പിലാണോ, അല്ലെങ്കിൽ ഈ ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ഈ പ്രപഞ്ച രഹസ്യത്തിൽ നിന്നും എത്ര ദൂരെയാണോ ഒരു മനുഷ്യൻ നിൽക്കുന്നത്, അതാണ് അവൻ്റെ നരകം, അവൻ്റെ കഷ്ടപ്പാടുകൾ. ആ കണക്ഷനിൽ നിന്നുള്ള ദൂരമാണ്. ഇപ്പം നമ്മൾ ഉദാഹരണത്തിന് ഇപ്പോൾ നാസിഫ് ഒരു ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുകയാണെന്ന് വിചാരിച്ചു. ഫ്ലൈറ്റിൽ കയറി 1 മണിക്കൂറും കൊണ്ട് കൊച്ചിയിലെത്തും, ബാംഗ്ലൂരിൽ നിന്ന്, അല്ലേ? ഫ്ലൈറ്റിൽ കയറിയിട്ട് പിന്നെ അപ്പം ഫോണിൽ നമുക്ക് കയറുന്ന വരാം, അപ്പോൾ ചെക്ക് ഇൻ ചെയ്തു, ഞാൻ കയറി എന്നൊക്കെ വിളിച്ചു പറഞ്ഞു. പിന്നെ നാസിഫുമായിട്ടൊരു കണക്ഷൻ ഇല്ല. 1 മണിക്കൂർ സാധാരണ കൊച്ചി ചെന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഫോൺ ചെയ്യും, ഫോൺ വരുന്നില്ല, ഫ്ലൈറ്റിനെ കുറിച്ച് യാതൊരു വിവരവും ഇല്ല, ആൾ കംപ്ലീറ്റ്ലി ഡിസപ്പിയർ ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും കോണ്ടാക്റ്റ് ചെയ്യാൻ ഒരു മാർഗവുമില്ല. ഈ സമയത്ത് മനുഷ്യനുണ്ടാകുന്ന പാനിക്കാണ് എല്ലാ ദുരിതങ്ങളുടെയും കാരണം. ദുരിതത്തിൻ്റെ അർത്ഥം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ എല്ലാ ബുദ്ധിമുട്ട്, മനുഷ്യൻ്റെ സകല സഫറിങ്സിൻ്റെയും നരകത്തിൻ്റെയും കാരണം എന്ന് പറഞ്ഞത് ഈ കണക്ഷൻ ഇല്ലായ്മയാണ്. അപ്പോൾ അവിടുന്ന് പൈലറ്റ് പ്രത്യേക സംവിധാനത്തിലൂടെ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട് കഴിയുമ്പോൾ കിട്ടുന്നൊരു ആശ്വാസം എന്നായിരിക്കും? എല്ലാവർക്കും കണക്റ്റായി
കൊച്ചിൻ എയർപോർട്ടിലിട്ട് ഞങ്ങൾ കണക്റ്റ് ആയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഉപഗ്രഹ സംവിധാനം സാറ്റലൈറ്റ് വഴി കണക്ട് ചെയ്തിട്ടിരിക്കുമ്പോൾ കിട്ടും. അതാണ് മാനവതന്ത്രജ്ഞാനത്തിലൂടെ ഒരു മനുഷ്യന് കിട്ടണത്. അപ്പോൾ ഈ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിലും മനുഷ്യന് വേണ്ടത് ആ കണക്ഷനാണ് സത്യത്തിൽ. പക്ഷെ മനുഷ്യൻ അന്വേഷിക്കുന്നത് സ്വർഗത്തെയും നരകത്തെയും. ഇവിടെയാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. അപ്പോൾ മരണത്തിന് ശേഷം ഓരോ നിമിഷവും ഈ ലോകം പുനർജനിച്ചു കൊണ്ടിരിക്കുകയാണ്. പുനർജന്മമുണ്ടോ എന്നതാണ് ഇന്നത്തെ ലോകത്തിൻ്റെ ഏറ്റവും വലിയ അന്വേഷണം. ഓരോ നിമിഷവും ഈ ലോകം പുനർജനിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ ഖുർആനിനകത്ത് അർ-റഹ്മാൻ എന്ന് പറഞ്ഞുകൊണ്ടൊരു സൂറത്തുണ്ട്. അതിൽ 29-ാമത്തെ ഒരു വചനമുണ്ട്. അതിനകത്ത് ദൈവം പറയുന്നുണ്ട്, ദൈവം ഓരോ ദിവസവും മനുഷ്യൻ എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്നു ദൈവത്തോട്. ദൈവം ഓരോ ദിവസവും പുതിയതായി കാര്യങ്ങൾ ചെയ്യുന്നതാണ്. 29 ഓരോ ദിവസവും. അതായത് എല്ലാ നിമിഷങ്ങളിലും ഇത് പുതുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മൾ ചെറുതായിരുന്നു, പിന്നെ നമ്മൾ അതില്ല, വലുതായി നമ്മളില്ല. നമ്മുടെ ഓരോ സമയത്ത് നമ്മുടെ ശരീരം മാറി, മനസ്സ് മാറി, വിശ്വാസങ്ങൾ മാറി. മരണത്തിന് ശേഷവും സംഭവിക്കുന്നത് അത് തന്നെയാണ്. എന്തുകൊണ്ടാണ് ഒരാൾ വീണ്ടും ഇതേ ഇപ്പോൾ നമ്മളിപ്പോൾ ഈ മനുഷ്യരെല്ലാം എന്തെങ്കിലും ഒന്നിന് ദൈവത്തിനെ പോലും പിടിക്കുന്നത് എന്തുകൊണ്ടാണ്? അവരുടെ നരകാവസ്ഥ മാറ്റാൻ വേണ്ടിയിട്ടല്ലേ ശരിക്കും. ദൈവത്തിൽ മോക്ഷമാണ് അവരുടെ ലക്ഷ്യം എന്ന് കൂട്ടിക്കോ. ഏറ്റവും ടോപ്പ് പറഞ്ഞത് ഞാൻ എൻലൈറ്റ്മെൻ്റ് ആവുക, മോക്ഷമാവുക എന്നാണ്. ഈ മോക്ഷമാണ് ലക്ഷ്യമെന്നെങ്കിലും മോക്ഷമില്ലാത്തൊരു നരകത്തിൽ അവരിപ്പോഴും നിൽക്കുകയാണെന്നല്ലേ ശരിക്കും സത്യം. അതെ. ഒരാൾ തൻ്റെ അസുഖം മാറ്റാൻ വേണ്ടി ദൈവത്തിൻ്റെ അടുത്തേട്ടോ അല്ലെങ്കിൽ ഇങ്ങോട്ടോ പോയി കഴിഞ്ഞാൽ അവൻ്റെ ഉദ്ദേശശുദ്ധി എന്താണ്? എൻ്റെ ഈ അസുഖം ദൈവം മാറ്റി, അപ്പം ആ നരകാവസ്ഥയിൽ നിന്നും മാറണമെന്നല്ലേ. ഒരാൾ ദൈവമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ പോവുകയാണ്, ഇതെല്ലാം അനുഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അവൻ ആ ദൈവമില്ലാത്തൊരു നരകത്തിൽ നിന്ന് അവൻ്റെ ദുഃഖങ്ങളെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുമല്ലേ. അവിടെയും അവന് പൂർണ്ണമായൊരു വ്യക്തതയും സമാധാനവും കിട്ടണില്ല. മരണശേഷമുള്ള ഒരവസ്ഥ എന്ന് പറയുന്നത് അവന് എന്താണോ ഈ അനുഭവങ്ങളിലൂടെ അവൻ നേടിയത്, വാസനകളിലൂടെ നേടിയത്, അത് കണ്ടിന്യൂ ചെയ്യുകയാണ് വേറൊരു ഫോമിലായിട്ട്. എല്ലാവർക്കും വേണ്ടത് അവരുടെ മെമ്മറി തിരിച്ച് അതേപോലെ അതാണ് ആഗ്രഹിക്കുന്നത്. അതാണ് ആഗ്രഹം. എൻ്റെ മെമ്മറി കിട്ടണം, ഞാൻ എന്ത് ചെയ്തിരുന്നു എന്നത് കിട്ടണം. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. മെമ്മറി തിരിച്ച് അതേപോലെ തന്നെ. പക്ഷെ നമുക്ക് അറിയാൻ പറ്റും, നമ്മൾ ശരിക്കും പൂർണ്ണമായിട്ടൊരു എൻലൈറ്റ്മെൻ്റ് ആയ ഒരാൾക്ക് ഞാൻ പഴയ കാലത്ത് ഇങ്ങനെയൊക്കെ ആയിരുന്നു, അല്ലെങ്കിൽ എൻ്റെ ജീവിതം ഇന്നതായി, എൻ്റെ ആത്മാവ് ഇന്നതാണ്, എൻ്റെ പഴയ ജന്മത്തിലെ എല്ലാ കാര്യങ്ങളും അവർക്കൊരു ഓപ്പൺനെസ് ഉണ്ടാവും അവിടെ. അവരെത്രത്തോളം നമ്മളീ പറയുന്ന ഒരു സ്വന്തം ഉള്ളിലേട്ട് അവരെത്രത്തോളം യാത്ര ചെയ്യുന്നുവോ അത്രത്തോളം അവർക്കത് ഓപ്പണായി വരും. അതാണ് ശരിക്കും സംഭവിക്കുന്നത്. മരിച്ചതിന് ശേഷം ആളുകളെല്ലാം പറഞ്ഞാണ് നിന്നെ ഒരു പ്രത്യേക സ്ഥലത്ത് കൊണ്ടുപോയി നിർത്തും. അപ്പം മുസ്ലിങ്ങളാണെങ്കിൽ പറയും ബർസക്കിൽ കൊണ്ടുപോയി നിർത്തും, അല്ലെങ്കിൽ യമലോകത്തിലേക്ക് കൊണ്ടുപോകും, അല്ലെങ്കിൽ സ്വർഗം നരകം. ഈ കൺസെപ്റ്റാണ് മനുഷ്യനുള്ളത്. അത് കഴിഞ്ഞ് അവർ ചോദ്യം ചെയ്യുന്നു. ശരിക്കും ബർസക്ക് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം പോലും മനുഷ്യർ പലപ്പോഴും ചിന്തിക്കാറില്ല എന്നുള്ളതാണ്. ബർസക്ക് എന്ന വാക്കിൻ്റെ അർത്ഥം തടസ്സം, അല്ലെങ്കിൽ ഒരു തടസ്സം എന്നാണ് ശരിക്കും അതിൻ്റെ റൂട്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മരണത്തിൽ നിന്നും ജീവിതത്തിലേക്കുള്ള മനുഷ്യൻ്റെ തടസ്സമാണ് ആ ഘട്ടം എന്ന് പറഞ്ഞത്. മനുഷ്യൻ രണ്ട് രീതിയിൽ മരിച്ച് ജീവിക്കാം. ഒന്ന് ശാരീരികപരമായ മരണം. ശാരീരികപരമായ മരണം സംഭവിക്കുമ്പോൾ അവൻ ഏത് അനുഭവത്തിലായിരുന്നോ ആ അനുഭവമാണ് കണ്ടിന്യൂ ചെയ്യുന്നത്, ഓർമ്മകളല്ല. ഇപ്പോൾ ചില കുട്ടികൾ ജനിക്കുമ്പോൾ തന്നെ നല്ല അതായത് അവർ സംസാരിച്ചു തുടങ്ങുമ്പോൾ തന്നെ നല്ല പാട്ടുകാരായിരിക്കും. ചില കുട്ടികൾ നടന്നു തുടങ്ങുമ്പോൾ തന്നെ ഭയങ്കര ഡാൻസൊക്കെ ചെയ്യും. ചിലരിതൊന്നും ചെയ്യില്ല. കാരണം അവർ തുടരുന്നത് ഓർമ്മകളെയല്ല, വാസനകളെയാണ്. അതായത് അവരുടെ അനുഭവങ്ങളെയാണ് അവർ തുടരുന്നത്. അപ്പോൾ സ്പിരിച്വലി ആണെങ്കിലും നമ്മൾ ശാരീരികപരമാണെങ്കിലും ഒക്കെ തുടരുന്നത് അനുഭവങ്ങളെയാണ് തുടരുന്നത്. അതുകൊണ്ടാണ് ചിലർ പാട്ടുകാരായി മാറും, ചിലർ പെട്ടെന്ന് അഭിനേതാക്കളായി മാറും, ചിലർ പെട്ടെന്ന് പ്രത്യേക പടം വരയ്ക്കാൻ പ്രത്യേക കഴിവുള്ളവരായി വരും. ദൈവം എല്ലാവരും ഒരുപോലെയല്ലേ സൃഷ്ടിക്കുന്നത്, ഒരുപോലെയാണ് ദൈവം വിട്ടിട്ടുള്ളത്. പക്ഷെ അവരുടെ ജീവിതത്തിൽ അവർ നേടിയിട്ടുള്ള ആ അനുഭവങ്ങളുമായിട്ടാണ് അവർ വരുന്നത്, ഓർമ്മകളല്ല, അനുഭവങ്ങളായിട്ട്, എക്സ്പീരിയൻസുകൾ. അതായത് എന്താണ് പുനർജനിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിശാചാണ് പുനർജനിക്കുന്നത്. യുവർ ഐഡൻറ്റിറ്റി, അനുഭവങ്ങൾ, ശീലങ്ങൾ, വാസനകൾ, അതാണ് പുനർജനിക്കുന്നത്.
ആത്മാവ് ഒരിക്കലും പുനർജനിക്കുന്നില്ല. ആത്മാവ് സ്ഥിരമാണ്. അതിന് മരണമില്ല, അതിന് ജനനമില്ല, അതിന് തളർച്ചയില്ല, അതിന് ക്ഷീണമില്ല, രണ്ടാമോ ഒന്നൊന്നും മനസ്സിലാക്കേണ്ട ആവശ്യവുമില്ല. എത്രത്തോളം നമ്മളിൽ നിന്ന് ഇതിന് രണ്ടായിട്ട് നമ്മുടെ ഈ ഒരു ഐഡൻറ്റിറ്റി, അഹങ്കാരം നിലനിൽക്കുന്നുവോ അത് വീണ്ടും വീണ്ടും ജനിച്ചുകൊണ്ടിരിക്കും. അഹങ്കാരമാണ്, നഫ്സാണ് ജനിക്കുന്നത്, റൂഹല്ല. അത് ഞാൻ കേട്ടിട്ടുണ്ട്. സ്പിരിറ്റാണ്. സ്പിരിറ്റ് ജനിക്കുന്നില്ല, ജനിക്കുന്നത് ശരീരമാണ്. ശരീരം എന്ന് പറഞ്ഞാൽ വീണ്ടും റീപ്രോസസ് ചെയ്ത് അതേ അനുഭവങ്ങളും ശീലങ്ങളുമായിട്ടാണ് വരുന്നത്. സോള് ഒബ്വിയസ്ലി തിരിച്ച് റീബർത്ത് ആവാൻ പറ്റൂല, കാരണം സോൾ അതിന് ബർത്തേ ഇല്ല. അതെ, ബർത്തേ ഇല്ല, പിന്നെ മരിക്കാനും പറ്റൂല. ദൈവത്തിങ്കിൽ നിന്ന് ഊതിയ ഒരു സാധനത്തിന് തുടർച്ചയുമില്ല, അന്ത്യവുമില്ല. ഒരു ഇതുണ്ട്, ഒരു സംഭവം, ഒരു തിയറി അല്ല, ഒരു കോട്ട, എനർജി കാൺട്ട് ബി ക്രിയേറ്റഡ് നോർ ക്യാൻ ബി ഡിസ്ട്രോയിഡ് എന്നൊരു കോട്ട്. അപ്പൊ ഇതിന്റെ അർത്ഥം നമ്മൾ എനർജി മെറ്റീരിയൽ ആയിട്ടാണല്ലോ ഉള്ളത്. അപ്പൊ അതിന്റെ അർത്ഥം നമ്മളൊരിക്കലും ജനിച്ചിട്ടും ഇല്ല, നമ്മൾ ഇനി മരിക്കാനും പോകണില്ല എന്നല്ലേ അതിന്റെ ഒരു അർത്ഥം വരുന്നത്. അതായത് ഈ ശരിക്കുമുള്ള ഈ ഫൈനൽ സ്റ്റേജിലുള്ള സോൾ എന്ന് പറയുന്ന നമ്മുടെ സ്പിരിറ്റിന് ജനിക്കേണ്ടതുമില്ല, മരിക്കേണ്ടതുമില്ല. ആ എനർജി എപ്പോഴും ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന എനർജികളാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. അതായത് വ്യത്യസ്ത ഫോമിലേക്ക് ക്രിയേറ്റ് ചെയ്യുന്ന എനർജികൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ എനർജിയാണ് നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സും എന്ന് പറഞ്ഞത്. നമ്മുടെ ഓർമ്മകൾ, നമ്മുടെ ബന്ധങ്ങൾ. ഇപ്പം ഈ ഭൂമിയിൽ നമ്മൾ ജനിച്ചിട്ടുള്ള നമ്മുടെ അധ്യാപകർ, നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മൾ കാണുന്ന ലക്ഷോപലക്ഷം ആളുകളൊക്കെ ഏതെങ്കിലും രീതിയിൽ നമ്മളുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. ഒരു കണക്ഷൻ ഇല്ലാതെ ഒരിടത്ത് ഒരാളും നമുക്കൊരിക്കലും ഈ ഒരു കർമ്മബന്ധങ്ങളുടെ അല്ലെങ്കിൽ ഈ വ്യവഹാരത്തിൻ്റെ, ഈ വ്യാപാരത്തിൻ്റെ, ഈ ബിസിനസ്സിൻ്റെ ലോകത്ത് ഒരിക്കലും വരില്ല. വരണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കച്ചവടം അവരുമായിട്ട് ഉണ്ടായിരിക്കണം. എന്തോ ഒന്നുണ്ട്, തീർന്നിട്ടില്ല ഇപ്പോഴും. അതാണ് സത്യം. ഈ മരണത്തിന് കുറെ പേര് പേടിക്കുന്നുണ്ട്, കുറെ പേരിൽ എല്ലാവരും പേടിക്കുന്നുണ്ട്. അതിന്റെ ഒരു മെയിൻ കാരണം എന്തായിരിക്കും? ഏറ്റവും കൂടുതൽ പേടിക്കുന്ന സാധനം മരണമല്ലേ? ഏറ്റവും പേടിക്കേണ്ടാത്ത കാര്യമാണ് മരണം. പക്ഷെ എല്ലാരും പേടിക്കുന്നത് മരണത്തിനാണ്. കാരണം എന്താ കഴിഞ്ഞാൽ മരണത്തോടു കൂടി ഞാൻ അവസാനിക്കുകയാണെന്ന് ഞാനൊരു തോന്നൽ വരുവാണ്, ഈഗോയ്ക്ക്. അതായത് ഈ സ്റ്റോറി തീർന്നു. അതുകൊണ്ടാണ് വളരെ വ്യക്തമായി പറഞ്ഞത്, നിങ്ങൾക്ക് തിരിച്ചുവരവില്ല. ഇത് പുനർജന്മത്തെയും ഈ സിദ്ധാന്തത്തെയും ഏറ്റവും കൂടുതൽ എതിർക്കുന്നത് സ്വാഭാവികമായിട്ടും ഈ സെമിറ്റിക് മതങ്ങളാണ്. പക്ഷെ വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട് നിങ്ങൾക്കൊരു തിരിച്ചുവരവില്ല എന്ന് പറഞ്ഞിട്ടാണ്, അത് വെച്ചിട്ടാണ് പുനർജന്മമില്ല എന്ന് ഒരു വ്യാഖ്യാനിക്കുന്നത്. ശരിക്കും തിരിച്ചുവരവില്ല എന്ന് പറഞ്ഞാൽ ഈ ഒരു ഐഡൻറ്റിറ്റിയിലേട്ട് ഇനി നീ എന്നൊക്കെ പറഞ്ഞാലും തിരിച്ചുവരവില്ല. ആ ഈഗോ മരിച്ചു. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു മനുഷ്യൻ വന്നിട്ട് എൻ്റെ തെറ്റുകൾ ആ ജീവിതത്തിൽ തിരുത്താന്നാണ് അവൻ പറഞ്ഞത്. അതിന് ഓപ്ഷനില്ല. അതായത് ഞാൻ എൻ്റെ ഈ ജീവിതമായി അല്ലെങ്കിൽ ഞാനായി ഇവിടെ ജനിച്ച് ഞാനിവിടെ കുറേ തെറ്റുകൾ ചെയ്തിട്ട് അവസാനം ഞാൻ ആ തെറ്റുകളുമായി മരിക്കാൻ പോവാണ്. മരിക്കാൻ പോകുമ്പോൾ ഞാൻ പറയുവാണ്, എന്നെ ഒന്നുകൂടി ഇതേ ആളാക്കി ഇതേ സിറ്റുവേഷനിൽ ഇതേ സ്ഥലത്ത് ജനിപ്പിക്കൂ, ഞാൻ തിരുത്തി വരാം. അതിന് ഓപ്ഷൻ ഇല്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ അവരെന്ത് ചെയ്തു? മരിച്ചതിന് ശേഷം തിരിച്ചു വരാൻ യാതൊരു ഓപ്ഷനും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ അതിനെ വ്യാഖ്യാനിച്ചു. പച്ചയായ സത്യത്തിൽ അത് അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അതിനെ വ്യാഖ്യാനിക്കുമ്പോൾ എന്താകും? ഇനി നിനക്ക് ജീവിതത്തിൽ തിരിച്ചു വരാൻ ഓപ്ഷനും ഇല്ല, അതുകൊണ്ട് നിനക്ക് തീർന്നു നിന്റെ പണി. ട്രാൻസ്ലേഷന്റെ പ്രശ്നമാണ്. ഈ ഇങ്ങനെ തീരുവാണെന്നുണ്ടെങ്കിൽ ലോകത്തുള്ള ഒരു മനുഷ്യനും സ്വർഗത്തിൽ പോവില്ല. അതുകൊണ്ടാണ് യേശു പറഞ്ഞ് പാപം ചെയ്യാത്തവർ കല്ലറി. ഒരാളും ഉണ്ടായിരുന്നില്ല. ഈ മനുഷ്യർ കാണുന്ന പാപമാണെങ്കിൽ ലോകത്തുള്ള എല്ലാ മനുഷ്യരും പാപം ചെയ്തിട്ടുണ്ട്. ഒന്നുമല്ലെങ്കിൽ മനസ്സുകൊണ്ട്, അല്ലെങ്കിൽ ശരീരം കൊണ്ട്, അല്ലെങ്കിൽ ചിന്ത കൊണ്ടെങ്കിലും ഒരാൾ ഈ മനുഷ്യർ പറയുന്ന പാപം ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ ആരും കാണൂല സ്വർഗത്തിൽ, നരകത്തിലായിരിക്കും എല്ലാവരും ഉള്ളത്. ഒരാൾ മരിക്കുമ്പോൾ ശരിക്കും എന്താണ് അവരുടെ ഉള്ളിൽ തീരുന്നത്? എൻഡിങ് എന്താണ്? കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ട്രോയ് ആവുന്നത് മരണത്തിന് ശേഷം വെറും ശരീരം മാത്രമാണ്. ശരീരം മാത്രം. ബാക്കി എല്ലാ ശരീരവും ഓർമ്മകളും, ആ ശരീരത്തിന്റെ ഓർമ്മകളും ഡിസ്ട്രോയ് ആവും. അപ്പൊ ബ്രെയിനും കൂടി അങ്ങ് പോകും. ബ്രെയിനാണ് ഓർമ്മ, ലോജിക്കുകൾ അതാണ്. എന്നിട്ട് വീണ്ടും ലോജിക്ക് ഇല്ലാതെയാണ് വരുന്നത്. വീണ്ടും പുതിയ ലോജിക്കുകളും അതുവരെയുള്ള അനുഭവങ്ങളും കൂടെ കയറും.
കർമ്മം നിങ്ങളെ പിന്തുടരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കർമ്മ അല്ല പിന്തുടരുന്നത്, ബാക്ക്ലോഗ്സ് ആണ്. അതായത് കർമ്മ അല്ല ഫോളോ ചെയ്യുന്നത് നമ്മളെ, കർമ്മ ചെയ്തതിൻ്റെ ഫലങ്ങളാണ് ഫോളോ ചെയ്യുന്നത്. അത് നമുക്ക് ഏത് ഇതിൽ വന്നാലും അത് ഫോളോ ചെയ്തുകൊണ്ടിരിക്കും. കുറേ നമ്മൾ അതേ ജന്മത്തിൽ തന്നെ നമ്മൾ തീരുന്നുണ്ടാവും, കുറേ അല്ലാതെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടാവും. പക്ഷെ അതൊരിക്കലും ഓർമ്മയല്ല. എല്ലാവരും ചോദിക്കുന്നത് എനിക്ക് ഓർമ്മയില്ലല്ലോ, അപ്പം എന്നെ ഇപ്പം ശിക്ഷിക്കുന്നത് ന്യായമല്ലല്ലോ. ഓർമ്മകളല്ലാത്തതുകൊണ്ട് തന്നെ ഓർമ്മകൾ ഉണ്ടായിരിക്കേണ്ട ആവശ്യമില്ല. ഓർമ്മകളെയുമല്ല ശിക്ഷിക്കുന്നത് ആ ഞാനെന്ന ബോധം അനുഭവിക്കുന്ന വിഷമങ്ങളാണ്. അഹങ്കാരം തന്നെയല്ലേ ശിക്ഷ ഏറ്റുവാങ്ങുന്നത്. അവര് അത് തന്നെയാണ്. ആത്മാവ് ശിക്ഷ ഏറ്റുവാങ്ങുന്നില്ല. സത്യത്തിൽ ആത്മാവ് നിത്യസാക്ഷിയായി അവിടെ ഇതിനെല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഒബ്സർവർ ആയിട്ടിരിക്കുകയാണ്. ആത്മാവിന് ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നുമില്ല. റിലീജിയസ്ലി നമ്മൾ എടുക്കുവാണെങ്കിൽ ഇപ്പോൾ ഒരു 4 റിലീജിയൻ എടുക്കാം. 4 റിലീജിയൻ ഒന്നാമത്തെ ഇസ്ലാം, ക്രിസ്ത്യാനിറ്റി, പിന്നെ ഹിന്ദുയിസം, പിന്നെ ബുദ്ധിസം എടുക്കാം. ഈ 4ലും അല്ല 5ആക്കാം. 5ാമത്തെ നോസ്റ്റിസിസം. അപ്പൊ ഈ 5 റിലീജിയൻസിലും റീബർത്തിനെ പറ്റി എന്തെങ്കിലും പറയുന്നുണ്ടോ, അതോ കംപ്ലീറ്റ് ആയിട്ട് എൻഡിങ് ആണെന്ന് തന്നെയാണ് പറയുന്നത്? ഹിന്ദു മതവും ബുദ്ധമതവും ഒക്കെ റീബർത്തിൽ വിശ്വസിക്കുന്നു. നോസ്റ്റിസത്തിലും റീബർത്തിനെ കുറിച്ചുള്ള സൂചനകളുണ്ട്. ഇസ്ലാമിലാണെങ്കിൽ സൂഫി തത്വ ശാസ്ത്രം അനുസരിച്ച് പലരും റീബർത്തിനെ അനുകൂലിക്കുന്നുമുണ്ട്. എന്നാൽ കോമൺ ആയിട്ടുള്ള ഭൂരിപക്ഷത്തെ പേടിച്ച് അത് പറയാതിരിക്കുന്നവരുമുണ്ട്. ശരിക്കും ഇത് മെറ്റീരിയലിസ്റ്റിക് വേൾഡിലും സൂക്ഷ്മ ലോകത്തിലും ഒക്കെ സംഭവിക്കുന്നുണ്ടെന്നുള്ളതാണ് സത്യം. ഒരു കാര്യം തന്നെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള വേൾഡിലും സംഭവിക്കുന്നുണ്ട്, സൂക്ഷ്മതലത്തിലും സംഭവിക്കുന്നുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന നരകങ്ങളും സ്വർഗങ്ങളും ഒക്കെ ചിലപ്പോൾ ഉള്ളതാവാം. ഇപ്പോൾ നമ്മളതിന് പറയാം, നമ്മുടെ ഒരു മാനവതന്ത്രജ്ഞാനത്തിൻ്റെ ഇതിനകത്ത് നമ്മൾ പറഞ്ഞത് ഭൂമിയുടെ ഡയമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം 13,000 കിലോമീറ്റർ എങ്ങനെയാണ്, 12 സംതിങ്ങോ അല്ലെങ്കിൽ 13 സംതിങ്ങോ ആണ്. അപ്പോൾ ഒരു 6,500 കിലോമീറ്റർ ഉള്ളിലേക്ക് പോയാലാണ് ഭൂമിയുടെ സെൻറ്ററിലെത്തുക. ആ സെൻറ്ററിൽ തിളച്ചു മറിയുന്ന ലാവയുണ്ട്. അതിലുള്ള ജീവികളെക്കുറിച്ച് ഇന്നും പഠനമില്ല. അതിൽ ജീവികളുണ്ടോ? ഉണ്ടാവാലോ, ശരി, അതിലുണ്ടാവാം, നമുക്കറിയില്ലല്ലോ. അപ്പോൾ ആ തിളച്ചു മറിയുന്ന ലാവയിൽ ആരാണ് തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കുന്നത്? എന്തെങ്കിലും ജീവികൾ. ഭൂമിയുടെ അടിയിൽ ഒരുപാട് പലതരം പുഴുക്കളും പാമ്പുകളും അങ്ങനെ ഒരു വലിയ ലോകം തന്നെ ഭൂമിയുടെ അടിയിലില്ലേ. ജീവൻ ഉണ്ടാവാലോ എവിടെയും ഭൂമിയിൽ. അവരെന്താണ് അവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അതിനകത്ത് എന്തൊക്കെ ജീവികളാണെന്നുള്ള ഒരു ഗവേഷണമോ നടത്താനോ എന്തെങ്കിലും പോസിബിലിറ്റി നമ്മുടെ അടുത്തുണ്ടോ? നമുക്ക് ആകെ കുഴിച്ചു പോകാൻ പറ്റുന്നത് ഒരു 1000 അടിയാണ്, കിലോമീറ്റർ അല്ല. അല്ലെങ്കിൽ ഒരു 2000 അടി കുഴിച്ചു പോകാൻ നോട്ടിക്കോ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കുഴിച്ചു പോകുന്ന സാധനം തന്നെ ഒടിഞ്ഞു പോകും. അതിന് താഴ്ത്തു കുഴിക്കാനുള്ള സാധനം നമ്മൾ കണ്ടെത്തിയിട്ടില്ല. പിന്നെ വല്ല റഡാറോ അങ്ങനെ സ്കാനറൊക്കെ വെച്ച് പരിശോധിച്ച് നോക്കണം. അപ്പോഴും തിളച്ചു മറിയുന്ന ഒരു ലാവയല്ലാതെ വേറെ ഒന്നും അതിനകത്തുനിന്ന് കാണാൻ കഴിയില്ല. അപ്പോൾ ഈ സാഹചര്യങ്ങളിലൊക്കെ ജനിക്കുകയും പിറക്കുകയും ചെയ്യുന്ന ജീവികളുടെയും ജീവൻ്റെയൊക്കെ അവസ്ഥ എന്താണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇതൊക്കെ നമ്മുടെ കാഴ്ചകൾക്കപ്പുറമാണ്. പക്ഷെ നമ്മളിപ്പോൾ അനുഭവിക്കുന്ന ഈ ബോധത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത്, ജനിക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ അനുഭവങ്ങളാണ്. കാരണം അത് നമുക്ക് ആർക്കും തെളിയിക്കാൻ പറ്റും. കാരണം ഇവർ പറയും പോലെയാണെന്നുണ്ടെങ്കിൽ എല്ലാ മനുഷ്യരും പൂർണ്ണരായിട്ട് ഒരേപോലെ ജനിക്കണം. അതിൽ തന്നെ വ്യത്യാസം വരുന്നുണ്ട്. പാവപ്പെട്ടവരുണ്ട്, പണക്കാരനുണ്ട്, ജനിക്കുമ്പോൾ തന്നെ രോഗമായി ജനിക്കുന്നവരുണ്ട്, ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ മരണപ്പെട്ടു പോകുന്നവരുണ്ട്. ഇതിൻ്റെയൊക്കെ കാരണം പറഞ്ഞു. ഇതിന് പറയുന്ന കാരണങ്ങളിലൊന്നും സാറ്റിസ്ഫൈഡ് അല്ല. യുക്തിവാദത്തിലും പറയുന്ന കാരണം സാറ്റിസ്ഫൈഡ് അല്ല, മതവാദത്തിലും പറയുന്ന കാരണങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ല. പരീക്ഷണമാണെന്നാണല്ലോ പറഞ്ഞത്. എല്ലാം പരീക്ഷണമാണെന്നാണ് പറഞ്ഞത്. പരീക്ഷിക്കാൻ ദൈവം അങ്ങനെ ആരെയും പരീക്ഷിക്കില്ല. ദൈവം കാരുണ്യവാനാണ്. പൂർണ്ണതയുള്ള ഒരാൾ ആരെങ്കിലും പരീക്ഷിക്കുമോ? ഇല്ല. അപ്പോൾ പരീക്ഷണമല്ലാതെ ജനിച്ചു വരുമ്പോൾ തന്നെ ചില കുട്ടികൾക്ക് ഭയങ്കര കഴിവ്, ഭയങ്കര അറിവ്, ഭയങ്കര നോളജ്. 5 വയസ്സിൽ തന്നെ അവൻ ലോക കാര്യങ്ങളൊക്കെ പറയണം. ഇത് എല്ലാവർക്കും വരണ്ടേന്നാ. അപ്പോൾ അവരെന്തോ ഏൺ ചെയ്ത് വന്നിട്ടുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. എല്ലാവർക്കും ഒരേ ബുദ്ധി അല്ല, അവരെ ഇതല്ല. ചിലർക്ക് കണക്കിന് ട്യൂഷൻ എടുക്കേണ്ടി വരുന്നു. ചിലർ ഓട്ടോമാറ്റിക്കലി കണക്കിൽ ഭയങ്കര വില്ലാളി വീരനായിട്ട് വരുന്നു. അവരവരുടെ അനുഭവങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്നു. അതാണ് മരണത്തിന് ശേഷമുള്ള സംഭവം.
ഈ മരണത്തിന് ശേഷം പകച്ചു പോകുന്നതാണ് മനുഷ്യൻ വീണ്ടും ഉറക്കത്തിലേക്ക് പോകുന്നു എന്ന് പറയും. ഈ സത്യം എന്താണ് എന്ന് മനസ്സിലാകാതെ ഒരു മനുഷ്യൻ പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ സാധാരണ ഒരാൾ, അയാൾ ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുന്ന പോലുമില്ല, അറിയുന്നുമില്ല, ഒന്നുമില്ല, ജീവിച്ചു മരിച്ചു, അതയാളുടെ അനുഭവമാണ്. അയാൾ സ്വർഗത്തിലാണെങ്കിലും ശരി, നരകത്തിലാണെങ്കിലും ശരി, ഭൂമിയിലാണെങ്കിലും ശരി, അയാൾ അതേ അനുഭവത്തോടു കൂടിയും അതേ ബോധത്തോടു കൂടിയും എവിടെയാണോ വിട്ടുപോയത് അതേ ബോധത്തിൽ വരും. അത് കാക്കയായിട്ടും വരാം, പക്ഷിയായിട്ടും വരാം. അല്ല, നരകത്തിലാണേലും പല ജീവികളൊക്കെ ആയിട്ട് ജനിക്കുന്നല്ലേ പറഞ്ഞാൽ, അല്ലെങ്കിൽ ജീവികളുടെ ഇതും കൊണ്ട് ഉപദ്രവിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു നരകത്തെക്കുറിച്ച് പറഞ്ഞത് കൃമിഭോജനം എന്നാണ് പറഞ്ഞത്. അതായത് ശരീരം കൃമി എന്ന് പോകുന്നതാണ് പറഞ്ഞത്. അത് ഇവിടെ അനുഭവിക്കണല്ലേ. ഇവിടെ ചില രോഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരം കൃമി നിന്ന് പോകുന്ന രോഗങ്ങളാണ്. ചിലർക്ക് ചുമ്മാ ഇരിക്കുമ്പോൾ ഇങ്ങനെ ചൂട് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കും. നല്ല തണുത്ത സ്ഥലത്ത് പോയാലും അവരിങ്ങനെ തിളച്ച് മറിഞ്ഞ് ചൂട് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കും. അത് അവരനുഭവിക്കുന്ന ഒരു ചൂട് തന്നെയാണ്. ശരിക്കും അനുഭവിക്കില്ലേ അവരവിടെ. അതെ അതെ. ഖുറാനിൽ ശരിക്കും എങ്ങനെ പറയുന്നത് നരകത്തിൻ്റെയും സ്വർഗത്തിൻ്റെ എക്സ്പ്ലനേഷൻ? ഖുറാനിലാണെങ്കിലും ബൈബിളിലാണെങ്കിലും നരകത്തിനെ കുറിച്ച് നിരവധി എക്സ്പ്ലനേഷനുകളുണ്ട്. പല ശിക്ഷകളെയും കുറിച്ച് പറയുന്നുണ്ട്. പക്ഷെ അതിനെല്ലാം മനുഷ്യൻ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടാണ് മനസ്സിലാക്കുന്നത്. കമ്പിയിൽ കുത്ത് കോർക്കുക എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു എക്സ്പ്ലനേഷനാണ് കൊടുക്കുക. ശരിക്കും അതല്ല സംഭവിക്കുന്നത്. ശിക്ഷയുണ്ട്. ശിക്ഷ എന്ന് പറഞ്ഞാൽ ദൈവം ശിക്ഷിക്കുന്നതല്ലാതെ മനുഷ്യൻ സ്വയം വാങ്ങി വയ്ക്കുന്ന ശിക്ഷകളാണത്. അവനത് എന്തെങ്കിലും അനുഭവിച്ചേ പറ്റൂ അല്ലേ. ഇത്രയും ബുദ്ധി ഭയങ്കര ഡെവലപ്പായി ഇൻഫർമേഷൻ്റെ ഭയങ്കര ഹൈ പീക്ക് സ്റ്റേജിൽ നിൽക്കുന്ന ഒരു ലോകമാണ് നമ്മുടെ ലോകം. ആരെങ്കിലും സ്വന്തം സത്യത്തെക്കുറിച്ച് ഈ ഇൻഫർമേഷൻ വഴിയെങ്കിലും അന്വേഷിക്കണ്ടോ? ഇല്ല, 1% പോലും അന്വേഷിക്കണില്ല. ഞാൻ ആരാണ്, എന്തിന് ഈ ലോകത്തിൽ വന്നു എന്ന് അന്വേഷിക്കുന്നത് 800 കോടി മനുഷ്യരിൽ 1% പോലും അന്വേഷിക്കണില്ല. അവരവരുടെ ആ സ്ഥിരമായിട്ടുള്ള സംഭവമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അല്ലാതെ വേറെന്താ ഉള്ളത്? ഖുറാനിൽ പറഞ്ഞേക്കുന്ന രീതിയിൽ ഇപ്പോൾ മരണത്തിന് ശേഷം ഒന്നെങ്കിൽ നരകം ഇല്ലെങ്കിൽ സ്വർഗം. നമ്മളിപ്പോൾ റീബർത്ത് തിയറിയിൽ എടുക്കുവാണെങ്കിൽ നരകത്തിലോട്ട് വരുന്നവരാണ് ഇവിടെ ഇപ്പോൾ നരകിച്ചുകൊണ്ടിരിക്കുന്നതും, സ്വർഗത്തിൽ നിന്ന് വന്നവരാണ് ഇവിടെ നല്ല സന്തോഷമായിട്ട് ജീവിക്കണതും. അങ്ങനെ നമുക്ക് എടുക്കാൻ പാടില്ല. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയല്ല ശരിക്കും. അതായത് ഇസ്ലാമിക ഇതനുസരിച്ച് ഖിയാമത്ത് എന്ന് പറയും. അത് മരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ബർസക്ക് എന്നാണ് പറയുന്നത്. ബർസക്ക് ഞാൻ പറഞ്ഞല്ലോ തടസ്സം എന്നാണ്. തടസ്സം അതായത് ഒരു മനുഷ്യൻ്റെ അഹങ്കാരം മരിച്ചാലും ഉടനെ ഒരു തടസ്സം ഉണ്ടാവും അവിടെ. കാരണം സത്യത്തിലേക്ക് പോകാനുള്ള ഒരു നിപ്പുണ്ടാവും അവിടെ. ആ ഒരു തടസ്സമാണുള്ളത്. ഈ ബർസക്ക് കഴിഞ്ഞാൽ പിന്നെ വരാൻ പോകുന്നത് കിയാമത്താണ്. ഈ കിയാമത്ത് എന്ന് പറഞ്ഞാൽ അന്ത്യനാൾ എന്ന് പറയും. ശരിക്കും അന്ത്യനാൾ ഇപ്പോഴാണ്, ഇന്നാണ്, ഈ നിമിഷമാണ്. കാരണം കിയാമത്ത് എന്ന് പറഞ്ഞാൽ നിൽക്കുക എന്നാണ്. മരിച്ചു, ഈ തടസ്സത്തെ മറികടന്നു, മരിച്ചു, തടസ്സത്തെ മറികടന്ന് നിൽക്കുന്നു. ഇങ്ങനെ നിൽക്കുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇപ്പോഴാണ്. ഈ അഹങ്കാരം ഇപ്പം മരിച്ചാൽ ഉടനെ തന്നെ ഒരു തടസ്സം വരും. ഞാൻ ആരാണെന്നുള്ള തടസ്സം. ഞാൻ ആരാണെന്നുള്ള തടസ്സം, ആ ചോദ്യം കിട്ടിക്കഴിയുമ്പോൾ തന്നെ ഒരു ബോധ്യം വരും. ഞാൻ ഇന്നതാണ്, ദൈവികമാണെന്നുള്ള ബോധ്യം വരും. അപ്പം നിൽക്കും. അപ്പോൾ നമ്മൾ പ്രസന്റിൽ നിൽക്കുന്നത് ശരിക്കും കിയാമത്തിലാണ് നിൽക്കുന്നത്. അതായത് അന്ത്യനാളിലാണ് നിൽക്കുന്നത് നമ്മൾ. അത് എപ്പോൾ? ഈ അഹങ്കാരം മരിച്ചെഴുന്നേൽക്കുമ്പോൾ മാത്രം. അഹങ്കാരം മരിച്ചെഴുന്നേൽക്കുമ്പോഴാണ് കിയാമത്തിൽ നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോഴേ പുസ്തകം ഓപ്പൺ ആവുള്ളൂ, ടെക്സ്റ്റ് ഓപ്പൺ ആവുള്ളൂ. വലത്തെ കയ്യിലും ഇടത്തെ കയ്യിലും കയറുന്ന ടെക്സ്റ്റ് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ എന്തൊക്കെയാണ് എന്ന് വിലയിരുത്തി അത് അപ്പോൾ തന്നെ തിരുത്തണമെങ്കിലും ചെയ്യണമെങ്കിലും ഒക്കെയുള്ള ടെക്സ്റ്റ് ഓപ്പൺ ആവണമെന്നുണ്ടെങ്കിൽ ഈ നിപ്പ് കഴിയണം. ഞാൻ ആരാണെന്നുള്ള ബോധ്യത്തോടു കൂടി എഴുന്നേറ്റ് നിൽക്കാൻ ഒരു മനുഷ്യന് കഴിയുന്ന സമയത്ത്, അഹങ്കാരം മരിച്ച് തടസ്സം മാറി ഞാൻ ആരാണെന്ന് പറഞ്ഞ് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്ന സമയത്താണ് അവനിലേക്ക് ഈ ബ്രഹ്മജ്ഞാനം എന്ന് പറഞ്ഞ ജ്ഞാനം വരുള്ളൂ. ദൈവിക ജ്ഞാനം എന്ന് പറയുന്ന നോളജ് ആ സമയത്തെ വരുള്ളൂ. അപ്പോഴാണ് അവൻ്റെ പുസ്തകം, ഈ പറയുന്ന ഇപ്പം ഇസ്ലാമൊക്കെ പറയുന്ന അവൻ്റെ കിതാബ് എന്ന് പറഞ്ഞ സാധനം, ആ പുസ്തകം എന്ന് പറഞ്ഞത് അന്നേരം കിട്ടുക. അപ്പോഴേ അവൻ്റെ കയ്യിൽ, അപ്പോഴേ അവൻ ശ്രദ്ധിക്കുള്ളൂ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്. ഓരോ നിമിഷവും ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിൽ ഞാൻ ചെയ്തുകൊണ്ട്, അവിടെയല്ലേ പുസ്തകം ക്ലിയർ ചെയ്യണത്. അല്ലാതെ ഒരു കാലത്തും അവൻ്റെ ടെക്സ്റ്റ് ക്ലിയർ ചെയ്യാൻ പറ്റുമോ? അവൻ്റെ ഓരോ ചിന്തകളും ഓരോ പുസ്തകങ്ങളാണ്. അവൻ്റെ കോപം, ഭയം,
വിഷമങ്ങൾ, സങ്കടങ്ങൾ, ബുദ്ധിമുട്ട് അവൻ അനുഭവിച്ചതും അവനോട് ചെയ്തതുമായതെല്ലാം അവൻ്റെ പുസ്തകമാണ്. ആ പുസ്തകം തുറന്ന് അത് ക്ലിയർ ചെയ്യാനുള്ള ഒരു അവസരമാണ് മനുഷ്യന് മരിച്ചെഴുന്നേൽക്കുക എന്ന് പറഞ്ഞത്. എപ്പോൾ? ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അഹങ്കാരം മരിച്ചെഴുന്നേൽക്കുക എന്നുള്ളത്. അഹങ്കാരത്തിന് ആൾക്കാർ തെറ്റിദ്ധരിച്ചാണ് വലിയ ഗൗരവത്തിലിരിക്കണത്, അല്ലെങ്കിൽ ഭയങ്കര സ്റ്റൈല് അതൊക്കെയാണ് അഹങ്കാരം എന്നാണ്. അതൊന്നുമല്ല അഹങ്കാരം, വേറെ അതിനപ്പുറത്താണ് അഹങ്കാരം. അതോ ഈ അഹങ്കാരം സത്യം ഒരിക്കലും ഒളിപ്പിച്ചു വെച്ചുകൊണ്ടല്ല വന്നത്. സത്യത്തിൻ്റെ ചെറിയ ഭാഗം എടുത്തിട്ട് അതിനെ പർവ്വതീകരിച്ചിട്ട് കാണിച്ചിട്ടാണ് വരിക. അല്ല കള്ളം പറഞ്ഞുകൊണ്ടല്ല ഒരിക്കലും വന്നത്. കള്ളം പറഞ്ഞുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ വിശ്വസിക്കില്ല, അഹങ്കാരത്തെ വിശ്വസിക്കില്ല. അപ്പോൾ ഒരാൾക്ക് നമ്മൾ ദാനം ചെയ്യുമ്പോൾ ഞാൻ എന്തോ ചെയ്തു എന്ന തോന്നലാണ് ഉണ്ടാവണത്. ഇപ്പം ദാനം ആപത്തുകളെ തടയുമെന്ന് പറയും. ഈ ദാനം ആപത്തുകളെ തടയണം എങ്ങനെയാണ്? ഇപ്പം എന്നോട് ഇപ്പം നമ്മുടെ സെഷനിൽ ക്ലാസ്സിൽ ഒരാൾ ചോദിച്ചു, SMS സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ മക്കൾക്ക് എന്തെങ്കിലും പറ്റുന്ന കണ്ടു കഴിഞ്ഞാൽ ദാനം കൊടുത്താൽ അതില്ലാതാവുമെന്നല്ലേ പറഞ്ഞത്. അതെങ്ങനെയാണെന്ന് ചോദിച്ചു. അതെങ്ങനെയാണ് ശരിക്കും? അതായത് മക്കൾക്ക് എന്തെങ്കിലും പറ്റിയെന്ന് സ്വപ്നം കാണുമ്പോൾ അവരുടെ ഈഗോ സ്വപ്നാവസ്ഥയിൽ അവരുടെ മനസ്സൊരു സ്വപ്നം കാണുകയാണ്, എൻ്റെ മകനെന്തോ അല്ലെങ്കിൽ മകൾക്കെന്തോ അപകടം പറ്റാൻ പോവാണെന്ന്. അപ്പോൾ അവർ ഓൾറെഡി അതവിടെ ക്രിയേറ്റ് ചെയ്തു സ്വപ്നത്തിൽ, എന്ത് അപകടം പറ്റണ കാര്യം. എന്നിട്ട് ഇവർ ഈ ആശങ്കയോടുകൂടി നടക്കുകയാണ്, ഇനി എന്തെങ്കിലും പറ്റുമോ. അപ്പോൾ ഞാൻ അവരോട് പറയുകയാണ്, നിങ്ങളൊരു ദാനം ചെയ്യുക, അത് പോവുമെന്ന് പറയുകയാണ്. ഈ ദാനം ചെയ്യുമ്പോൾ അവരുടെ മനസ്സോർണ്ണ കൂളാവുക. ഞാനതിനെ ക്യാൻസൽ ചെയ്യും. അപ്പോൾ ക്യാൻസലായി. കാരണം അവരെ ബോധത്തിൽ അത് ക്യാൻസലാക്കി വിട്ടു. അതായത് പാമ്പിന് വിഷമുണ്ട് എന്ന് വിശ്വസിച്ച് പാമ്പ് നമ്മളെ കടിക്കുമ്പോൾ ഇല്ലാത്ത വിഷം നമ്മുടെ ശരീരത്തിൽ കയറി നമ്മളിൽ പ്രവർത്തിക്കുന്നത് പോലെ ഒരാൾ നമ്മളെ ദ്രോഹിച്ചു എന്ന് വിചാരിച്ചിട്ട് അവന് പോയി കൂടോത്രം ചെയ്യുമ്പോൾ മന്ത്രവാദി ഒന്നും ചെയ്യണില്ല. മന്ത്രവാദിക്ക് ഒരു കഴിവുമില്ല. ഈ പോയ ആളുടെ കഴിവ് തന്നെയാണ് മന്ത്രവാദി ഉപയോഗിക്കുന്നത്. എല്ലാ കൂടോത്രവും മന്ത്രവാദവും സകലസും ഉപയോഗിക്കുന്നത് ഈ പോകുന്ന ആളുടെ എനർജിയാണ്. ഈ മന്ത്രവാദത്തിനായിട്ട് നമ്മൾ ഒരാളുടെ അടുത്ത് പോകാൻ നോട്ടിക്കോ, നമ്മുടെ എനർജിയാണ് അവർ യൂസ് ചെയ്യണത്. അതെ, നമ്മുടെ എനർജി യൂസ് ചെയ്തിട്ട് അവരെ നേരെ മറ്റവർക്ക് തിരിച്ചു വിടുവാണ്. അപ്പോൾ ഈ പോകുമ്പോൾ നമ്മൾ വിചാരിക്കുകയാണ് അവിടെ ചെന്ന് കുറേ കളമൊക്കെ വരച്ച് കുറേ ഇതൊക്കെ വാരി എറിഞ്ഞ് കുറേ വെട്ടിക്കൂട്ടി ഇത് ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കുകയാണ് അവൻറ്റ് പണി കൊടുത്തു, ആർക്കിട്ട് കൊടുക്കാൻ പോയ ആൾക്കിട്ട്. അപ്പോൾ അവിടെ പണിയായിട്ട് പോവത് ആരുടെ? നമ്മുടെ എനർജി പോകുന്നു. ഇതുകൊണ്ടാണ് മന്ത്രവാദവും കൂടോത്രവും ചെപ്പടി വിദ്യകളും ഒന്നും ചെയ്യരുത് എന്ന് പറഞ്ഞാൽ, അല്ലാതെ വേറെ ഒന്നും കൊണ്ടല്ല. അപ്പോൾ ഇതാണ് യാഥാർത്ഥ്യം എന്ന് പറഞ്ഞത്. നമ്മൾ മരിക്കുന്നില്ല എന്നുള്ളതാണ്. മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാലാഖമാരെക്കാൾ ഉയരത്തിലാണ്. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എല്ലാ നാമങ്ങളും അറിയാവുന്നവരാണ്. നാമം എന്ന് പറയുമ്പോൾ നമ്മളിട്ടിരിക്കുന്ന നാമം ആവരുത്. നമ്മൾ ഓരോന്നിനും ഓരോ പേരിട്ടിട്ടുണ്ട്. ആ പേരാവരുത്. ആ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മണ്ടത്തരാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുല്ല്, ഗ്രാസ്, അത് പശുവിനുള്ള പേരാണത്, നമുക്കുള്ളതല്ല. നമുക്കതിൽ കവിത വിരിയും അല്ലേ? ഭയങ്കര സോങ് ഉണ്ടാക്കും നമ്മൾ പുല്ല് കണ്ടിട്ട്. ഭയങ്കരമായ വിശാലമായ തത്വചിന്ത പറയും നമ്മൾ. പുല്ല് നിറഞ്ഞു നിൽക്കുന്ന പുൽമേടുകളെ നോക്കി പറയും, കണ്ടോ ദൈവം എത്ര സുന്ദരമായിട്ടാണ് ഭൂമിയെ സൃഷ്ടിച്ചിരിക്കുന്നത് നമ്മൾ പറയും. പക്ഷെ അതേ പുല്ല് പശുവിനും മറ്റു മൃഗങ്ങൾക്കും ഒക്കെ എന്ന് പറഞ്ഞാൽ പുല്ലാണത്. അതായത് വെറും ഒരു നാമമാണ്. അതിൻ്റെ അർത്ഥവും യാഥാർത്ഥ്യവും അറിയുന്നത് മനുഷ്യന് മാത്രമേ, വേറൊരു ജീവജാലങ്ങൾക്കും അറിയില്ല. അണ്ടർസ്റ്റാൻഡിങ് ആണ് നാമങ്ങൾ, അല്ലാതെ പേരല്ല. പേര് വെറും ഭാഷയിലുണ്ടാക്കിയ മൃഗങ്ങൾക്കുണ്ടാക്കിയ ഒരു സാധനം മാത്രമാണ്. നമ്മളൊരു കാര്യം കാണുമ്പോൾ അതിനകത്തൊരു യാഥാർത്ഥ്യം വരും. ഇപ്പോൾ ഈ ക്യാമറ കാണുമ്പോൾ കണ്ടോ, നമ്മൾ അവിടെ നിന്ന് കണക്ട് ചെയ്ത് വേറൊരു സമൂഹത്തിലോട്ട് എത്തിക്കുന്ന ഒരു സാധനമാണ്. ഇതേ ക്യാമറ തന്നെയാണ് ഓട്ടോമേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യണത്. നമ്മുടെ ജീവിതവും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയും നമ്മുടെ ചിന്തകളൊക്കെ ഇതേ ക്യാമറ വെച്ചോ ഇതേ സിസ്റ്റത്തിലൂടെയാണ് വാച്ച് ചെയ്യണത്. നമ്മൾ കാണുമ്പോൾ അത് ദൈവികമായി. ക്യാമറ എന്ന് പേര് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമറ മാത്രമായി, അത് ജീവജാലങ്ങൾക്കുള്ളതായി, ജന്തുക്കൾക്കുള്ളതായി. അപ്പോൾ ജന്തുക്കൾക്കുള്ളത് സ്വീകരിക്കണോ മനുഷ്യർക്കുള്ളത് സ്വീകരിക്കണോ എന്നതാണ് മാനവതന്ത്രജ്ഞാനത്തിൻ്റെ അടിസ്ഥാനം, ഹ്യൂമൻ ടെക്നോളജിയുടെ ബേസ്. മരണത്തിനപ്പുറമുള്ളൊരു ലോകം എന്ന് പറയുന്നത് ആ ലോകത്തെ ടേസ്റ്റിനെ കുറിച്ചാണ് ചോദിച്ചത്. മരണം ഭയപ്പെടേണ്ടതാണെന്ന് വെച്ചാൽ മരണം ഒരിക്കലും ഭയപ്പെടേണ്ടതല്ല. മരണം പഞ്ചസാരയുടെ രുചിയുള്ളതാണെന്നാണ് മുസ്ലിം, അതായത് സക്രാത്തുൽ മൗത്ത്, സക്കർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മധുരമുള്ള മരണം എന്നാണ്
പറഞ്ഞത്. അതിനെ പിന്നീട് പേടിപ്പിക്കുന്നതും ഭീതിപ്പെടുത്തുന്നതും ഒക്കെ ആക്കിയത് ആരാണെന്നുള്ളത് നമ്മൾ പഠിക്കേണ്ടി വരും, കണ്ടുപിടിക്കണം, ഡീപ്പായിട്ട് കണ്ടുപിടിക്കേണ്ടി വരും. കുറെ പേര് മരിച്ചിട്ട് ക്ലിനിക്കലി മരിച്ചിട്ട് തിരിച്ചു കഴിഞ്ഞിട്ട് വന്നേക്കുന്ന കുറെ റിപ്പോർട്ടുകളുണ്ട്, ആയിരക്കണക്കിന് റിപ്പോർട്ടുകളുണ്ട്. മറ്റേ എന്നാ മരിച്ചിട്ട് അവർ ഫുൾ ഔട്ടാവും, ബ്രെയിൻ ബോഡി എല്ലാം ഡെഡാ, കുറച്ച് കഴിയുമ്പോൾ അവരെന്തോ ഹുക്കെന്ന് പറഞ്ഞ് പൊങ്ങി വരും. അതിന്റെ കാരണം എന്തായിരിക്കും? അത് മെന്റലി, അതായത് മാനസികപരമായി സംഭവിക്കുന്ന ഒരിതാണത്. അതും ഈഗോയുടെ പ്രവർത്തനം എന്ന് തന്നെ പറയണത്. അത് എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഈഗോയാണ് ശരിക്കും. ആ മരണത്തെ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഈഗോയാണ്. ഈഗോയുടെ എക്സ്പീരിയൻസ് ചെയ്യും, മനസ്സാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. മാറി നിന്ന് ചിലരിങ്ങനെ മാറി നിന്നു, അപ്പം ഞാൻ എന്നെ ഡോക്ടർമാരൊക്കെ ചുറ്റും കൂടി ഇരുന്ന് ഇത് ചെയ്യണമെന്നൊക്കെ കാണുന്നു എന്നൊക്കെ പറഞ്ഞത് ശരിക്കും മനസ്സാണ് ആ കാണുന്നത്. അതുകൊണ്ടാണ് അത് ഓർമ്മയുള്ളത്. ആ അതെ അതെ അതെ, ഓർമ്മയുള്ളതാണ്. അതുകൊണ്ട് അപ്പം ബ്രെയിനാണ് ശരിക്കും അവിടെ വർക്ക് ചെയ്യണത്. ഡെഡ്, പൂർണ്ണമായിട്ടും ഡെഡ് ആയിട്ടില്ല. ഡെഡായി ശരീരമെല്ലാം നിലച്ചു, ശ്വാസവും ചിലപ്പോൾ അവർക്ക് ചിലപ്പോൾ ചെക്ക് ചെയ്തപ്പോൾ പൾസൊക്കെ കിട്ടിയിട്ടുണ്ടാവില്ല, പക്ഷെ ബ്രെയിൻ ഈസ് വർക്കിംഗ്. അതുകൊണ്ടാണ് അത് ഓർമ്മയിൽ നിൽക്കുന്നത്. അതുകൊണ്ടാണ് അത് ഓർമ്മയിൽ നിൽക്കുന്നത്. ഇല്ലെങ്കിൽ ഓർമ്മയിൽ നിൽക്കില്ല. ഞാൻ എന്തോ ഔട്ടായി പോയി തിരിച്ചു വന്നു എന്നേ മനസ്സിലാവുള്ളൂ. നമുക്കൊക്കെ ഇടയ്ക്ക് പറ്റാറില്ല അല്ലേ? മരണം ഒരു ഇല്യൂഷനാന്നുള്ളൊരു ഐഡിയ ഉണ്ട്. തീർച്ചയായിട്ടും. നമ്മളിപ്പോൾ ഒരു തിയറിയാണ് ഇത്, ആളുടെ പേര് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഒരാള് ഇതിപ്പോൾ ഒരു റോഡാ, ഈ റോഡിൽ ഇവിടെ നിന്ന് ഇങ്ങനെ വണ്ടികൾ വന്നുകൊണ്ടിരിക്കണം, ഇവിടെ ഒരു പുള്ളി ഇങ്ങനെ നടന്നു പോവുക. ഇപ്പോൾ റോഡിൽ നിന്ന് ഇങ്ങനെ വണ്ടി വന്ന് ഇയാൾ ഇടിച്ചു, ഇയാൾ മരിച്ചതായിട്ട് ആ ടൈമിൽ ഓൾറെഡി കണക്കാക്കിയത്. പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് ഇയാളുടെ ലൈഫിൽ ഇയാൾ പിന്നെ ഇങ്ങനെ നടന്നു പോവുക. അപ്പം മരണം അവിടെ നടന്നു, പക്ഷെ നടന്നിട്ടില്ല, ഇയാൾക്ക് അത് നടന്നിട്ടില്ല, ലോകത്തിന് അത് നടന്നു. അത് അതിനെ പറ്റി എന്തെങ്കിലും ഒരു കാശ്മീരി ശൈവശത്തിനകത്ത് അതൊരു അതാ ഭയങ്കര ഒരു തിയറിയാണ് കാശ്മീരി ശൈവശം. അവർ ഇത്തരം ഇതിനെക്കുറിച്ച് വിശദമായി പഠിക്കുന്ന ആളുകളാണ്. നമ്മളൊരു യൂട്യൂബിൽ നമ്മുടെ ഒരു സെഷൻ തന്നെ ഉണ്ട്, മരണം ഇല്യൂഷനാണെന്ന് പറഞ്ഞുകൊണ്ട്, നമ്മുടെ നോർമൽ സെഷനാണ്. ശരിക്കും അത് ആ കാശ്മീരി ശൈവശത്തെ ബേസ് ചെയ്തിട്ട് ഉള്ള ഒരു സാധനമാണ്. അത് ശരിക്കും മരണം ഒരു ഇല്യൂഷനാണ്. കാരണം ഇതെല്ലാം ഇല്യൂഷനാണെന്നുണ്ടെങ്കിൽ മരണവും ഇല്യൂഷനാണ്. ജീവിതവും മനുഷ്യന് ഇവിടെയൊക്കെ നമ്മൾ വെറും അലങ്കാരമായി ഒരു സ്വപ്നം കാണാൻ നമ്മൾ വന്നിറങ്ങിയാണെന്നുണ്ടെങ്കിൽ ഈ ശരീരം നമ്മളൊരു ഒരു ഒരു മെൻ്റലിസ്റ്റ് കാണിക്കുന്ന ഒരു മായാജാലങ്ങൾക്കനുസരിച്ച് തുള്ളുന്ന ഒരു ജീവിതമാണിത്. അപ്പോൾ ആ ജീവിതത്തിൽ നമ്മളാണ് മെൻ്റലിസ്റ്റ് എന്നുള്ളതാണ് സത്യം. ഈ ലോകമെല്ലാം നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഭൂമി, നമ്മുടെ ബന്ധങ്ങൾ ഒക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ആ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ലോകത്ത് നമ്മൾ അഭിരമിച്ചുകൊണ്ട്, അതായത് നമ്മളിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ സംഭവിക്കുന്ന വെറും ഒരു ആ ഇല്യൂഷനിലുള്ള ഒരു പോക്ക് മാത്രമാണ് മരണം. കാരണം ഈ ബോഡി എന്ന ഇല്യൂഷൻ ഇല്ലാതാവുകയാണ് അവിടെ. അപ്പോഴും നമ്മളെന്ന മായാജാലക്കാരൻ അവിടെ ഉണ്ട്, അറിയുന്നുണ്ട് ഇതിനെയൊക്കെ, അല്ലേ? ഉണ്ട്. ശരിക്കും മരിച്ചതിന് ശേഷവും ഒരാൾക്ക് അത് ആ മരിച്ചതിന് ശേഷം ആൾക്ക് ബോധം കിട്ടും. അപ്പോഴാണ് പറഞ്ഞത് എനിക്ക് ഒന്നുകൂടി ഒന്ന് പോകണം. ഏതിലേട്ട്? ഇതേ സെയിം കണ്ടീഷനിലേട്ട് നമ്മൾ വന്നെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാം റിക്രിയേറ്റ് ചെയ്യണ്ടേ? അതിന് നമ്മൾ ആരും റെഡിയല്ല. മൊത്തം ചെയ്യണം. അതായത് നമ്മൾ ജനിച്ച അന്ന് മുതലുള്ളത് റിക്രിയേറ്റ് ചെയ്യണം. ഓർമ്മ വെച്ച അന്ന് മുതലുള്ള നമ്മുടെ തെറ്റുകളെ നമുക്ക് ഇത് ചെയ്യണം. അതെങ്ങനെ? അത് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. കാരണം ദൈവം പോലും ഓരോ നിമിഷവും ഇത് ചെയ്തു. ഇപ്പം ഗീതയിൽ പറയുന്ന അസംഖ്യ അവതാരം എന്നാണ് പറഞ്ഞത്. അസംഖ്യ അവതാരം എന്ന് പറഞ്ഞാൽ 9 അവതാരങ്ങൾ പറയും എല്ലാവരും ചോദിച്ചു കഴിഞ്ഞാൽ. 9 അല്ലെങ്കിൽ 10 അവതാരങ്ങൾ, ദശാവതാരം എന്ന് പറയും. ദശാവതാരമല്ല, ശരിക്കും അസംഖ്യം അവതാരങ്ങൾ എന്നാണ് പറഞ്ഞത്. അസംഖ്യ അവതാരങ്ങൾ എന്ന് പറഞ്ഞാൽ ഓരോ നിമിഷവും പുനർജനിച്ചു കൊണ്ടിരിക്കുകയാണ് ലോകം എന്നാണ് അതിൻ്റെ അർത്ഥം. ഇബ്നു അറബിയുടെ ഒക്കെ പഠനങ്ങൾ പറഞ്ഞത് ഓരോ നിമിഷവും ലോകം പുനർജനിക്കുന്നു എന്നാണ് പറഞ്ഞത്. ശരിക്കും അത് തന്നെയാണ് ഗീതയും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഓരോ നിമിഷവും ഖുറാനിൽ ഞാൻ പറഞ്ഞില്ലേ, റഹ്മാനിൽ 29-ാമത്തെ ആയത്ത് പറഞ്ഞത് ഇങ്ങനെയാണ്. അതായത് ദൈവം ഓരോ ദിവസവും പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പുതിയ കാര്യങ്ങൾ ചെയ്യുന്നത് എല്ലാം പുതുതാവുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ദൈവം ഒരു മനുഷ്യനായിട്ടിരുന്ന ഓരോ ദിവസവും പുതിയ പുതിയ പരിപാടികൾ പരീക്ഷിക്കുന്നു എന്നല്ലാതെ ഓരോ സെക്കൻഡും പുതിയതായി ജനിക്കുകയാണ്. അതാണ് ശരിക്കും മരണത്തിൻ്റെ ഇല്യൂഷനിൽ നമ്മൾ മാറണമെന്ന് പറഞ്ഞത്. ജീവിതം ഒരു മായയാണെങ്കിൽ മരണവും മായയാണ്. അതാണ് ബിയോണ്ട് മായ. മായക്കപ്പുറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അതിനപ്പുറമുള്ള ഒരു തോട്ടെങ്കിലും ചിന്തിക്കുക എന്നുള്ളതാണ്. ഒരു ചിന്തയെങ്കിലും, മരണത്തിനപ്പുറമുള്ള ഒരു ചിന്തയെങ്കിലും ചിന്തിക്കുക. ഇത് മരണാപ്പുറം ഒന്നും ഇല്ല എന്ന് വിചാരിച്ചാൽ നമ്മൾ ജീവിക്കണമെന്ന് വെച്ചോ, അതേ അനുഭവത്തോടുകൂടി നമ്മളൊരു നിരീശ്വരവാദിയായി മരിച്ചുവാണെങ്കിൽ അവൻ നിരീശ്വരവാദിയായി തന്നെ ജനിക്കും. അത് തന്നെ വീണ്ടും ഫോളോ ചെയ്യും. കാരണം അവൻ്റെ ജ്ഞാനം അല്ലെങ്കിൽ അനുഭവം എന്ന് പറഞ്ഞത് അവിടം വരെ ഉള്ളൂ. ദൈവമില്ല എന്നാൽ അനുഭവം മാത്രമേ ഉള്ളൂ. അവനിവിടെ ചെയ്ത എല്ലാ കാര്യങ്ങൾക്കും നീതിപൂർവമായ ഒരു ഇത് അവന് കിട്ടിയിട്ടുണ്ടാവില്ല ജീവിതത്തിൽ, ഉറപ്പായിട്ടും കിട്ടിയിട്ടുണ്ടാവില്ല. ആ നീതി ശരിയാകുന്നത് വരെ അവൻ പോരാടിക്കൊണ്ടിരിക്കും. അവസാനം അവന് മനസ്സിലാവും ഈ മതവുമല്ല നിരീശ്വരവാദവുമല്ല സത്യം, ഋജുവായ നേരായ ഒരു പാതയുണ്ട്, അതാണ് സത്യമെന്ന് ജന്മജന്മാന്തരങ്ങളിലൂടെ ഒരാൾക്ക് മനസ്സിലാവും. അതാണ് ഈ ലോകത്തേട്ട് ഞാൻ തീ വിധിച്ചിരിക്കുന്നു, ലോകത്തേട്ട് തീ വിതച്ചിരിക്കുന്നു, അത് ജ്വലിപ്പിച്ച് കത്തിച്ച് ഞാൻ നിലനിർത്തും എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറയാൻ കാരണം അതിങ്ങനെ ആ ഉള്ളിലുള്ള വിത്ത് ഇങ്ങനെ ജ്വലിച്ച് അത് നല്ല കത്തുന്നത് വരെ അതിങ്ങനെ ജ്വലിച്ചുകൊണ്ടിരിക്കും, ഇവോൾവ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഇതിനൊരു കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ, ഒരു വിത്ത് വീണു, അതിൽ നിന്നൊരു മരം വലുതായി, വലിയ മരമായി. അതിൽ അനുഭവങ്ങളുടെയും ആഗ്രഹങ്ങളുടെയും അപൂർണതയുടെയും ഒക്കെ ഇങ്ങനെ ഒരു വിശ്വാസങ്ങൾ വന്നു, അനുഭവങ്ങൾ വന്നു. വീണ്ടും ആ മരം ദ്രവിച്ച് അതിൻ്റെ കാലാവധി കഴിഞ്ഞപ്പോൾ പോയി. അപ്പോഴും വിത്ത് ബാക്കിയാണ്. ഈ വിത്ത് വീണ്ടും മരമായി വളരുന്നു, വീണ്ടും കൊഴിഞ്ഞു പോകുന്നു, വീണ്ടും മരമായി വളരുന്നു. എന്നെങ്കിലും ഈ വിത്തൊന്ന് പൊട്ടിയാൽ സത്യം മനസ്സിലാവും. ഈ വിത്ത് പൊട്ടുന്നതാണ് യഥാർത്ഥ മരണം. വിത്ത് പൊട്ടി അതിൽ നിന്നും യഥാർത്ഥ മുള പുറത്തേട്ട് വരുന്നതാണ് യഥാർത്ഥ മരണവും മരണാനന്തര ജീവിതവും എന്ന് പറയുന്നത്. മനസ്സിലായോ? വിത്ത് പൊട്ടുന്നത് ഭയങ്കര വേദനയോടുകൂടിയാണ് ആ മരണം. ഞാനെന്ന ലോകം, ഞാനെന്ന അഹങ്കാരം എല്ലാം പോയി ഭയങ്കര വിഷമാണത്. അത് നമുക്ക് ഏറ്റവും വിഷമമുള്ള കാര്യം എന്ന് പറഞ്ഞത് നമ്മളെ ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. നമ്മളെ തന്നെ ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. അത് ഭയങ്കര നീറുന്ന, ശരിക്കും ഈ നമ്മുടെ സൂഫികളും വിശുദ്ധന്മാരും ഈ സ്വാമിമാർ യഥാർത്ഥത്തിലുള്ള ആളുകൾ, വിശുദ്ധന്മാർ, അവരൊക്കെ അവരുടെ ഫാമിലിയൊക്കെ ഉപേക്ഷിച്ചൊക്കെ ചിലപ്പോൾ പോവാറുണ്ട്. അത് ശരിക്കും അവർ ഇഷ്ടപ്പെട്ടു പോണതല്ല. ചിലർ ഇതൊന്നും വേണ്ടാന്ന് വെച്ചാൽ എസ്കേപ്പായി പോണതാണ്, ആൾക്കാരല്ല ഞാൻ പറഞ്ഞത്. ശരിക്കും അവരത് വേണ്ടാന്ന്, അവർ ഭയങ്കര നീറുന്ന വേദനയോടുകൂടി സ്വന്തം ഏറ്റവും ഇഷ്ടപ്പെട്ട മക്കളെയൊക്കെ ഉപേക്ഷിച്ച് പോവാന്ന് പറയുമ്പോൾ ഭയങ്കര വിഷമമായിരിക്കും. പക്ഷെ ആ വിഷമം അവർ ശരിക്കും അതൊരു ആനന്ദമാക്കി മാറ്റിയിട്ടാണ് അവരതിനെ ത്യജിക്കണത്. അതേ ത്യാഗം നമുക്ക് നമ്മുടെ ഈ ജീവിതത്തിൽ നിന്നുകൊണ്ടും ചെയ്യാൻ പറ്റും എന്നാണ് നമ്മുടെ ഏറ്റവും ആധുനികമായ ഈ വിഷയത്തിലുള്ള പഠനം, അല്ലെങ്കിൽ നമ്മൾ ഇന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ്. ആ വേദനാജനകമായ ഒരു മരണം, അല്ലെങ്കിൽ ആ വേദനാജനകമായ എല്ലാം ഉപേക്ഷിച്ചുള്ള ഡിറ്റാച്ച്മെൻറ്റ് നമുക്കിങ്ങനെ ഇരുന്നു കൊണ്ടും സാധ്യമാണ്. ഒന്നും ഞാൻ നാസിബിൽ നിന്ന് പ്രതീക്ഷിക്കാതിരുന്നാൽ മതി. ഒന്നും പ്രതീക്ഷിക്കാൻ പാടില്ല. എന്ത് പ്രതീക്ഷിച്ചാലും ഞാൻ അവിടെ മുളച്ചു വരും. നന്മ പ്രതീക്ഷിച്ചാലും മുളച്ചു വരും, തിന്മ പ്രതീക്ഷിച്ചാലും മുളച്ചു വരും. അപ്പോൾ അത് ന്യൂട്രലായിട്ട് നിൽക്കണം. ഈ ജനിക്കുന്നതും മരിക്കുന്നതും ഞാനാണ്, ഞാനെന്ന അഹങ്കാരമാണ്. അത് ഇല്ലെങ്കിൽ ജനനവുമില്ല മരണവുമില്ല. അപ്പോൾ ഈ ഞാനെന്ന ബോധം ഇല്ലാതാകുന്നതാണ് പൂർണ്ണത, അല്ലെങ്കിൽ കാമിൽ, അല്ലെങ്കിൽ നിരഞ്ജൻ എന്ന് പറഞ്ഞത്. നിരഞ്ജൻ എന്ന് പറഞ്ഞാൽ എന്നാണെന്നറിയാം അർത്ഥം? അഞ്ജനം എന്ന് എന്താ അറിയണ്ടോ? അഞ്ജനം എന്ന് പറഞ്ഞാൽ കണ്ണെഴുതുന്ന സാധനമാണ്. പണ്ട് സ്ത്രീകൾ കണ്ണെഴുതില്ല, കറുത്ത്, നല്ല കറുപ്പാണ്. അപ്പോൾ അഞ്ജനം വന്നു കഴിഞ്ഞാൽ കറ പിടിച്ചു എന്നാണ്, ഹൃദയത്തിൽ കറുത്ത. നിരഞ്ജൻ എന്ന് പറഞ്ഞാൽ അഞ്ജനമില്ലാത്തത്, അതായത് കറുപ്പില്ലാത്തത്, കറയില്ലാത്തത്. അത് തന്നെയാണ് കാമില്, പൂർണ്ണത.
കറുപ്പില്ലാത്തത്. കറുപ്പില്ലാത്തതാണ്. പൂർണ്ണതയെത്തുക എന്ന് പറഞ്ഞാൽ കറുപ്പ് പൂർണ്ണമായി ഇല്ലാതാകുക, കാമിലായ മനുഷ്യൻ എന്ന് പറയും. ദൈവരാജ്യത്തിൽ പ്രവേശിച്ചവർ എന്ന് യേശു പറയുന്ന വിഭാഗവും അവർ തന്നെയാണ്. യഥാർത്ഥ മരണം സംഭവിക്കേണ്ടത് ഭാവിയിലല്ല, ഇപ്പോഴാണ് എന്നാണ് നമ്മൾ പറഞ്ഞത്. പ്രസൻറ്റിലാണ് യഥാർത്ഥ മരണം. അത് ശരീരത്തിനല്ല, അത് ഞാനെന്ന അഹങ്കാരബോധത്തിന്, ഈഗോയ്ക്കാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? അതെ. അപ്പോൾ ഇന്ന് കുറച്ചെങ്കിലും നിങ്ങൾ മായക്കപ്പുറം കൊണ്ടുപോയെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും അടുത്തൊരു എപ്പിസോഡ് വെച്ച് കാണാം. പിന്നെ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ, കഴിഞ്ഞ എപ്പിസോഡ് പറഞ്ഞ പോലെ തന്നെ, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയാസിനെ പറ്റി ഞങ്ങൾ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ മെയിൽ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ മെയിൽ ചെയ്യാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നുള്ളൂ. ഞങ്ങൾ നോക്കിയിട്ട് അടുത്ത എപ്പിസോഡ് എന്തായാലും തീർച്ചയായിട്ടും ശരിയാക്കാം. അപ്പോൾ നന്ദി, നമസ്കാരം. ലിവിങ് ഇൻ പീസ്. ലിവിങ് ഇൻ പീസ്.